നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്ന അനുഭവങ്ങൾ ദൈവത്തിന് നമ്മൾ പറയാതെ തന്നെ അറിയാമെങ്കിലും ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മുടെ വായിൽ നിന്ന് നമ്മൾ എന്താണ് കടന്നു പോകുന്നതെന്ന് അവൻ അറിയണമെന്ന്. ഞാൻ ആലോചിച്ചിട്ടുണ്ട്, എന്തിനാണ് ഈ പിടിവാശി? കർത്താവേ, നിനക്കെല്ലാം അറിയാലോ. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, ആദവും ഹവ്വയും പാപം ചെയ്തെന്ന് അറിഞ്ഞിട്ടല്ലേ കർത്താവ് വന്ന് നീ പഴം പറിച്ച് തിന്നോ ചോദിച്ചത്? അറിഞ്ഞിട്ടല്ലേ? അതെ. പിന്നെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ആദവും ഹവ്വയും പാപം ചെയ്യുമെന്ന് അറിയാമായിരുന്നിട്ടല്ലേ ഈ പഴം പറിക്കില്ലെന്ന് പറഞ്ഞേ? അതും അറിയാം. എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ വന്നിട്ട് തിന്നരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞ മരത്തിൻ്റെ പഴം നീ തിന്നോന്ന് മീശയൊക്കെ പിരിച്ചിട്ട് ഇങ്ങനെ തമിഴ് സിനിമയിലെ വില്ലൻ്റെ കൂട്ട് ഇങ്ങനെ നിന്ന് കണ്ണൊക്കെ ചുമപ്പിച്ച് അങ്ങനെ നിന്നിട്ട്, അതെന്തിനാണ് കർത്താവേ അങ്ങനെ? എന്തിനാണ്? അതായത് നമ്മുടെ ജീവിതത്തിലെ ഏത് കാര്യങ്ങളും നമ്മൾ കാണുന്ന ഒരു പെർസ്പെക്റ്റീവിൽ നമ്മൾ ദൈവത്തിൻ്റെ അടുത്ത് അവതരിപ്പിക്കുമ്പോഴാണ് ദൈവം കാണുന്ന ഒരു പെർസ്പെക്റ്റീവിൽ ദൈവം അത് നമുക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ എന്താ പറഞ്ഞത്? അതായത് നമ്മുടെ വ്യൂ പോയിന്റ് നമ്മൾ അവനോട് പറയുമ്പോഴാണ് അവൻ അവൻ്റെ വ്യൂ പോയിന്റ് നമ്മളോട് പറയുന്നത്. ഇതെപ്പോഴും ഒരു പേഴ്സണൽ കോൺവെർസേഷനാണ്. പ്രാർത്ഥനയിൽ നമ്മൾ ദൈവത്തോട് നമ്മുടെ അവസ്ഥ, ബൈബിളിൽ അങ്ങനെ ഒരു വചനമുണ്ട്, എൻ്റെ അവസ്ഥ എൻ്റെ കർത്താവിനോട് ഞാൻ വിവരിച്ചു എൻ്റെ അവസ്ഥ ഞാൻ വിവരിച്ചു. എന്ത് മനോഹരമായിട്ട് പറഞ്ഞിരിക്കുന്നത്! ഞാൻ എൻ്റെ അവസ്ഥ എന്താണെന്ന് വിവരിച്ചു. ഇപ്പം നിങ്ങൾ ഒരു ക്രൈസിസിലാണെങ്കിൽ നിങ്ങളുടെ അടുത്ത ഒരാൾ വരുമ്പോൾ, അതേ ത്രേസ്യാമേ, ഒരു വലിയ പ്രയാസം ഉണ്ടടി, അത് ഈ കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു കാര്യം നടന്നു, ഒരു 3-4 ദിവസം മുമ്പാണ് അത് അറിഞ്ഞത്, ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു, അത് ഈ കാണുന്നവർ ഇങ്ങനൊരു പണി ഒപ്പിക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് മുഴുവൻ പറയില്ലേ? ദൈവത്തോട് പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഇങ്ങനെ ഹൃദയം തുറന്ന് കർത്താവിനോട് സംസാരിക്കണം. അനേകം പേർക്ക് പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. ആളുകൾ ഒത്തിരി പേര് ചോദിക്കുകയാണ്, അച്ഛാ എനിക്ക് പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കുന്നത്? ഞാൻ പറഞ്ഞു തരട്ടെ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാന്ന്. കർത്താവിൻ്റെ അടുത്തിരുന്നിട്ട് ഈ ഉള്ളിലുള്ളതെല്ലാം അതുപോലെ അങ്ങ് പറയുക. അതിന് പ്രാസവും വ്യാകരണവും ഭാഷയും അതിൻ്റെ വാക്യങ്ങളും അതിൻ്റെ ഭംഗിയൊന്നും നോക്കണ്ട നിങ്ങൾ. അഖിലാണ്ട കടാഹങ്ങളെ സൃഷ്ടിച്ച അണ്ടകടാഹങ്ങളുടെ പരമ്പൊരുളായ വിധാതാവായ ദൈവം തമ്പുരാനെ, പഞ്ചഭൂതങ്ങളുടെ ആകത്തുക എന്നൊക്കെ അതൊന്നും പറയണ്ട. അപ്പം അതുകൊണ്ട് ഞാൻ പറയാണ്, അവനവൻ അറിയാവുന്നത് പോലൊക്കെ പ്രാർത്ഥിച്ചാൽ മതി. ലോകത്തുള്ള എല്ലാ പ്രെയർ ബുക്കും വാങ്ങിച്ച് കാശ് കളയരുത് കേട്ടോ. അതായത് എല്ലാ ധ്യാനകേന്ദ്രത്തിലും പ്രാർത്ഥനാ പുസ്തകമുണ്ട്, അത് അവർക്ക് പ്രാർത്ഥിക്കാനുള്ളതാണ്, നിങ്ങളത് വാങ്ങിച്ചുകൊണ്ട് പോകരുത്. ഒരുപാട് നമ്മുടെ യങ്സ്റ്റേഴ്സ് പ്രാർത്ഥന വെറുത്തത് എങ്ങനെയാണെന്നറിയാമോ? അമ്മാമ്മ ലോകത്തുള്ള എല്ലാ ധ്യാനകേന്ദ്രത്തിൽ നിന്നും പുസ്തകം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. വൈകുന്നേരം 6:30 തുടങ്ങുന്ന പ്രാർത്ഥന 10:30 ആയാലും തീരത്തില്ല. കാരണം എന്താണെന്നറിയാം? എല്ലാ കാര്യത്തിനും ഓരോ പ്രാർത്ഥന അവിടുന്ന് ഇവിടുന്ന് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചൊല്ലിയിട്ട് ആ കൊച്ച് പ്രാർത്ഥന മാത്രമല്ല, ഈ മതത്തെ പോലും വെറുത്ത് അത് നിരീശ്വരവാദിയായിട്ട് മാറി. ഞാൻ പറയുകയാണ്, ഒരു മിനിമത്തിനൊക്കെ പിടിച്ചാൽ മതി കേട്ടോ. അത് ലോകത്തുള്ള എല്ലാ പ്രെയർ ബുക്കും വാങ്ങിച്ചുകൊണ്ട് വന്ന് പ്രാർത്ഥിക്കേണ്ട. അത് നിങ്ങൾ തന്നെ ഇരുന്ന് പ്രാർത്ഥിച്ചു. വീട്ടുകാരെ മുഴുവൻ കെട്ടിയവനെയും പിടിച്ചിരുത്തി. എന്നോട് പാലായിലുള്ളൊരു ചേട്ടൻ പറഞ്ഞു, എൻ്റെ പൊന്നച്ഛൻ, ഞാൻ ഡൈവോഴ്സ് ഫയൽ ചെയ്യാൻ എല്ലാ അർത്ഥത്തിൽ ഞാൻ ചോദിച്ചു, എന്നെ ചേട്ടാ എന്താ നിങ്ങൾ തമ്മിൽ? വേറെ ഒരു പ്രശ്നമില്ല, ജീവനാണ്. ഈ വൈകുന്നേരത്തെ എൻ്റെ അച്ഛ 6:30 തുടങ്ങി 9:30 വരെ എന്നെ കൊണ്ട് പറ്റത്തില്ല അച്ഛാന്ന് പറഞ്ഞു. അതായത് അപ്പോൾ അമ്മാമ്മമാരോട് എനിക്ക് പറയാനുള്ള, ഒരു മിനിമത്തിനൊക്കെ പിടിച്ചാൽ മതി കേട്ടോ. തന്നെ ഇരുന്ന് ജോലിക്ക് പോകുമ്പോഴോ ഡ്യൂട്ടിയുടെ ഇടയ്ക്കോ എല്ലാം ഇരുന്ന് ഈ മറ്റേ നിങ്ങളുടെ പ്രാർത്ഥനയല്ലേ, ഈ കുടുംബ പ്രാർത്ഥനയ്ക്ക് അതിന് പരമ്പരാഗതമായിട്ട് നമ്മൾ ചൊല്ലുന്ന ഒരു രീതിയൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ അങ്ങ് പിടിച്ചാൽ മതി കേട്ടോ. മറ്റേ തന്നെ ഇരുന്ന് എന്നിട്ട് പ്രാർത്ഥിക്കേണ്ടത് പുസ്തകത്തിൽ ഇങ്ങനെ ലോകത്തുള്ള എല്ലാ പ്രെയർ ബുക്കിലുള്ള പ്രാർത്ഥനകളല്ല. പ്രാർത്ഥിക്കേണ്ടത് നിന്റെ അവസ്ഥ കർത്താവിനോട് തുറന്ന് പറയുക. അറിയാവുന്ന പോലെ പറഞ്ഞാൽ മതി, കർത്താവേ ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല, എന്നെ കൊണ്ട് പറ്റുന്നില്ല, ഞാൻ എന്നാ ചെയ്യേണ്ടത്, എനിക്കൊരു വഴി കാണിച്ചതാ എൻ്റെ കർത്താവേ, എൻ്റെ അവസ്ഥ ഇതാണ്.